നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് അട്ടിമറി ജയം. തിരുവനന്തപുരത്ത് 2 വാർഡുകൾ BJPയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. 23-ൽ 10 വീതം വാർഡുകൾ നേടി LDFും UDFും, 3ഇടത്ത് BJP. കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർ സുരക്ഷിതർ. ഡീസൽ ടാങ്ക് ചോർന്നത് അപകട കാരണം. എല്ലാ ബസ്സുകളും പരിശോധിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ 1 മരണം. അപകടം KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച്. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന. ആനയെത്തിയത് ഫെൻസിംഗ് ലൈൻ തകർത്ത്. ആളുകൾക്ക് നേരെയും പാഞ്ഞെടുത്തു. ആദ്യം നമ്മൾ പോകുന്ന തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ്. LDFന് അട്ടിമറി വിജയം എന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് 2 വാർഡുകൾ BJPയിൽ നിന്ന് LDF തിരിച്ചുപിടിച്ചു. കോർപ്പറേഷൻ വാർഡായ വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തുമാണ് അട്ടിമറി ജയമുണ്ടായത്. 23-ൽ 10 വീതം വാർഡുകൾ LDFും UDFും നേടി. 3ഇടത്ത് BJP വിജയിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യനും നവമി ദിനേശും ചേരുന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, അട്ടിമറി വിജയമാണ് LDF നേടിയത് എന്നറിയുന്നു. തിരുവനന്തപുരത്തെ കാര്യം എങ്ങനെയാണ് പൊതുചിത്രം? അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വലിയ നേട്ടം LDF സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് സീറ്റ് നില നേതൃത്വത്തിൽ നിന്ന് 10 ഉയർത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ആവേശം ആയി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമായി മാറുകയാണ് ഇപ്പോഴത്തെ ഈ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്ത് 2 വാർഡുകളാണ് BJPയിൽ നിന്ന് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ഒറ്റശേഖരമംഗലത്തും വെള്ളാറിലുമാണ് BJP വാർഡുകൾ തിരിച്ചുപിടിച്ചുകൊണ്ട് അട്ടിമറി വിജയം LDF നേടിയിരിക്കുന്നത്. എന്തായാലും വിജയാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് അല്പസമയത്തിനകം ഇടത് നേതാക്കളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടക്കാൻ പോവുകയാണ്. തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ആവേശം നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഈ വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തും നടന്നത്. അവിടെ അഭിമാന പോരാട്ടത്തിൽ BJPയെ അട്ടിമറിച്ചുകൊണ്ട് ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ ആഹ്ലാദങ്ങൾക്ക് വഴിവെക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്കും കൂടുതൽ ആവേശം തരുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് നിലവിൽ ഈ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശ് കൂടി ചേരുന്നു. നവമി, എറണാകുളത്തേക്ക് എത്തുമ്പോൾ എടവനക്കാടും നെടുമ്പാശ്ശേരിയും അവിടുത്തെ ഏത് രീതിയിലാണ് ഫലം വന്നിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, എറണാകുളം ജില്ലയിലെ 2 പഞ്ചായത്തുകളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിലൊന്ന് നെടുമ്പാശ്ശേരിയും മറ്റൊന്ന് എടവനക്കാടുമാണ്. ഇതിൽ നെടുമ്പാശ്ശേരിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ കുറച്ചു നാളുകളായി തന്നെ UDFന്റെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള സാധ്യതയിലേക്കൊക്കെ നീങ്ങിയത്. എന്തായാലും അവിടെ ആ വാർഡ്, നെടുമ്പാശ്ശേരിയിലെ 14-ാം വാർഡ് ഇപ്പോൾ UDFിൽ നിന്നും LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. NS അർച്ചന 98 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി NS അർച്ചന വിജയിച്ചിരിക്കുന്നത്. 19 അംഗ ഭരണസമിതിയിൽ 9 LDF 9 UDF എന്നായിരുന്നു കക്ഷിനില. 14-ാം വാർഡ് LDF പിടിച്ചതോടെ 10-9 എന്ന നിലയിലേക്കായി കക്ഷിനില ഉയരുകയും പിന്നീട് LDFന്റെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെയാണ് ഇടവനക്കാടും LDFന്റെ സീറ്റായിരുന്നു. അത് UDF പിടിച്ചെടുത്തു. 11-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ശാന്തി മുരളിയാണ് 108 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് കൊയിലാണ്ടിയിലേക്കാണ്. കൊയിലാണ്ടിയിൽ വെട്ടേറ്റ് മരിച്ച CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥന്റെ ശരീരത്തിൽ 6 മുറിവുകൾ, കഴുത്തിലും നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇന്നലെ രാത്രിയിലാണ് സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പാർട്ടി മുൻ ബ്രാഞ്ച് അംഗം പുറത്തോൻ അഭിലാഷ് പോലീസിന് മുന്നിൽ കീഴടങ്ങി. സത്യനാഥനുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വരികയാണ്. ഈ സത്യനാഥന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, സത്യനാഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട്. 6 മുറിവുകളാണ് ശരീരത്തിൽ ഉള്ളതെന്ന്
ആഴത്തിലുള്ള മുറിവുകളുണ്ട് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോസ്റ്റ്മോർട്ടം അതെ, നാടിനെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഇന്നലെ രാത്രി അവിടെ നടന്ന. പി വി സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആൾ പാർട്ടി പ്രവർത്തകനായിരുന്നു. അയാൾ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ഇപ്പോൾ സത്യനാഥന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് അനീഷ് കുമാർ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നേരത്തെ 6 മുറിവുകളാണ് ശരീരത്തിലുള്ളത് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞു. ശരീരമാസകലം രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരി, എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ പി വി സത്യനാഥന്റെ ശരീരത്തിൽ 6 മുറിവുകൾ ഉണ്ടായി എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അതിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നേരത്തെ തന്നെ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനില്ല. ഇയാൾ കീഴടങ്ങിയിട്ടുണ്ട്. അയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ, കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളുടെ പ്രതികരണം. ആലപ്പുഴ കായംകുളത്ത് KSRTC ബസ്സിന് തീപിടിച്ചു. കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറാണ് കത്തി നശിച്ചത്. ഓട്ടത്തിനിടയിൽ തീ പിടിക്കുകയായിരുന്നു. തീ ആളിപ്പടരുന്നതിന് മുൻപ് ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മാറ്റിയത് വൻ അപകടം ഒഴിവാക്കി. കായംകുളം MSM കോളേജിന് മുൻപിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ബസ്സിന്റെ ഡീസൽ ടാങ്ക് ചോർന്നതാണ് അപകട കാരണമെന്നാണ് സംശയം. ബസ്സുകൾ പരിശോധിക്കുമെന്നും കൂടുതൽ മെക്കാനിക്കൽ ജീവനക്കാരെ നിയമിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ ന്യൂസ് 8നോട് പറഞ്ഞു. ആർക്കും ഒന്നും സംഭവിക്കാത്തത് ഒരു വലിയ ഭാഗ്യമാണ് എന്ന് കരുതാം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുക്കും. കാരണം ഇതിന്റെ ഒരു പ്രോപ്പർ മെയിൻ്റനൻസിന്റെ അഭാവം, പിന്നെ ഈ വയറിംഗ് തീപിടിച്ചതായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അന്വേഷിക്കാൻ വേണ്ടി ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് MD ഉത്തരവിറക്കിയിട്ടുണ്ട്. എല്ലാ ഈ മെക്കാനിക്കുകളുടെ ഒരു അഭാവം ഉണ്ട്. മെക്കാനിക്കുകളെല്ലാം കണ്ടക്ടർ പണി ചെയ്യുന്നത്. അവരെല്ലാം 2 ദിവസം മുമ്പേ തിരിച്ച് അവരുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളിലേക്ക് തിരിച്ചയക്കുകയും വർക്ക്ഷോപ്പുകൾ മുഴുവൻ ലൈവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ആശങ്ക വേണ്ട. ഇത് ശബരിമല സീസണിലും 2 വണ്ടിക്ക് ഇതുപോലെ തീ പിടിച്ചിരുന്നു. അത് റെയർ എഞ്ചിൻ വണ്ടികളായിരുന്നു. അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇത് വയറിങ്ങിന്റെ പ്രോബ്ലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം വ്യക്തമായി കണ്ടുപിടിക്കുന്നു. എല്ലാവർക്കും അറിയിക്കാം. ഇനി ആശങ്ക വേണ്ട. നമ്മൾ എല്ലാ വണ്ടികളും ടെസ്റ്റ് ഇതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വണ്ടികളുടെയും മെക്കാനിക്കൽ സൈഡ് പരിശോധിക്കാനുള്ള നടപടികൾ ഇതിനു മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ എല്ലാ മെക്കാനിക്കുകളെയും മറ്റു ഡ്യൂട്ടികളിൽ നിന്നും വർക്ക്ഷോപ്പുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഗൗരവമുള്ള സംഭവമായിരുന്നു കായംകുളത്ത് ഇന്ന് നടന്നത്. വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിക്കുകയും ഇത്തരത്തിൽ ആ ബസ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഡ്രൈവർ സജിയുടെ അവസരോചിതമായ ഇടപെടലാണ് ഈ അപകടം വലിയ ദുരന്തമായി മാറാത്തതിന് കാരണം. 44 യാത്രക്കാരെയും സുരക്ഷിതരായി പുറത്തിറക്കാനായതായി കണ്ടക്ടർ സുജിത്തും പറഞ്ഞു. ONK ജംഗ്ഷനിലെ വണ്ടി നമ്മൾ സിഗ്നലിൽ നിന്ന് പിന്നെ സിഗ്നൽ ആയതിനു ശേഷം നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത സമയത്ത് പിന്നെ ചെറിയൊരു സൗണ്ട് ഫ്രണ്ടിൽ കാണിച്ച്, ആ ഫ്രണ്ടിലെ സൗണ്ട് കാണിച്ച സമയത്ത് തന്നെ ഈ വണ്ടിയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നല്ലോണം സൈഡ് അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ സൈഡ് അടുപ്പിച്ചതിന് ശേഷം യാത്രക്കാരെ സേഫായിട്ട് ഇറക്കി. ഒരു ചെറിയ പുക സൈലൻസറിനകത്തോട് അധികമായിട്ട് കണ്ടപ്പോൾ തന്നെ ഈ വണ്ടി നമുക്ക് യാത്രയ്ക്ക് അനുയോജ്യമല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മാക്സിമം സൈഡ് ഒതുക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ബാക്കി വണ്ടി ബ്ലോക്ക് ആകാത്ത രീതിയിൽ അവരെ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ ചെറുതായിട്ടൊരു പുക കണ്ട് ഫ്രണ്ടിൽ എഞ്ചിൻ സൈഡിൽ തുറന്നപ്പോൾ. അപ്പോൾ ആ തുറന്ന പുക കറുത്തതായതിൻ്റെ പേര് എവിടെ നിന്നാണ് ഇത് നമുക്ക് സ്പാർക്ക് അയക്കുന്നത് കാണാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഇരുന്ന് 3-4 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ കുടിക്കാൻ കൊണ്ടുവരുന്നത് അല്ലാതെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനോ കൈ കഴുകാനോ കൊണ്ടുവരുന്ന വെള്ളം ഉണ്ടായിരുന്നു. അതെടുത്ത് ഒഴിച്ച് നോക്കിയപ്പം അണയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. തീ നല്ലോണം ഒന്ന് അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഡീസലിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, മറ്റു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കണ്ടക്ടറെ ഞാൻ വിളിച്ച് ചോദിച്ചു ബാക്കിൽ എന്തെങ്കിലും ആയിട്ട് പ്രശ്നമായിട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയ സൗണ്ട് ഉണ്ട് വണ്ടിക്കല്ലോ എന്ന്. പക്ഷേ അത്
തീപിടുത്തം പൂർണ്ണമായതിന് നല്ലോണം പിടിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ആ രൂക്ഷമായ അവസ്ഥ മനസ്സിലാകുന്നത്. കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല, അകത്തു നിന്നുണ്ട് റെക്സിൻ കിടക്കുന്നുണ്ട്, ടാങ്ക് കവറിൻ്റെ പുറത്ത് റെക്സിൻ കിടക്കുന്നുണ്ട്, അതിലെ പുക വന്നില്ല. ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷമാണ് പുക അടിയിലോട്ട് താഴോട്ട് ചെറുതായിട്ട് തീ സ്പാർക്ക് ചെയ്ത് വീണ് കണ്ടത്. അപ്പോഴാണ് ഇത് പിന്നെ ഫയർഫോഴ്സിനെ 2 സൈഡും ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ് ഇങ്ങോട്ട് വണ്ടി കടത്തി വിടരുത്, ഫയർഫോഴ്സിനെ വയ്ക്കാൻ പറഞ്ഞു. 2 സൈഡും ബ്ലോക്ക് ചെയ്ത് ട്രാഫിക് എന്തായാലും ഒരു പ്രശ്നമില്ല, ട്രാഫിക് ബ്ലോക്ക് പോലും ഉണ്ടാക്കാതെ ഫയർഫോഴ്സിനെ എത്തിക്കാൻ പറ്റി. നേരത്തെ തന്നെ നമ്മൾ 2 സൈഡും ബ്ലോക്ക് ചെയ്യിപ്പിച്ച വണ്ടി ഈ ജംഗ്ഷൻ ഈ സിഗ്നൽ കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ കിരീര ശബ്ദം. പുള്ളിയെ ഞാൻ ബാക്കിൽ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഒരു ഏകദേശം 10-47 യാത്രക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ. അതിനുശേഷമാണ് ഈ സൗണ്ട് കേട്ടിട്ട് പുള്ളി വണ്ടി സൈഡിലോട്ട് ഒതുക്കി ചെറിയ കരിയുന്ന സ്മെല്ലും കൂടെ വന്നിട്ട് വണ്ടി സൈഡിലോട്ടാക്കിയിട്ട് ഞങ്ങൾ യാത്രക്കാരെയൊക്കെ സുരക്ഷിതമായിട്ട് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നോക്കിപ്പോയി. യാത്രക്കാർ ഇറങ്ങി വന്ന യാത്രക്കാരാണ് കണ്ടത് ഫ്രണ്ടിൽ തീ കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം പിന്നെ യാത്രക്കാരെല്ലാം ഇറക്കിയിട്ട് തീ അന്നേരം അണയ്ക്കാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത സംഭവമായിട്ട് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സ് വന്ന് തീ അണച്ചത്. തലശ്ശേരിയുടെ പൈതൃക വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ മന്ത്രി KB ഗണേഷ് കുമാറാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീറും അതിഥികളും ആദ്യ യാത്രയിൽ പങ്കാളികളായി. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൃക്കണ്ണമംഗൽ സ്വദേശി ഗിരീഷ് കുമാറാണ് മരിച്ചത്. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിലേക്ക് അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ ഇടിച്ചാണ് അപകടമുണ്ടായത്. യുവാവിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന. അതിരപ്പള്ളി വെറ്റിലപ്പാറ അരൂർമുഴിയിലാണ് കാട്ടാനയെ കണ്ടത്. കാടിനകത്തു നിന്നും ഫെൻസിംഗ് ലൈൻ തകർത്ത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നീട് റോഡിലിറങ്ങിയ കാട്ടാന ആളുകളെ ഓടിച്ചു. നാട്ടുകാരും വനപാലകരും ചേർന്ന് റോഡിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് ആനയെ കാട് കയറ്റിയത്. ചിന്നക്കനാൽ BL റാമിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും മേഖലയിൽ തമ്പടിക്കാൻ തുടങ്ങിയതോടെ പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുടിയേറ്റക്കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് BL റാമിലെ കാട്ടാന ശല്യം. എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. വളരെ ദുരിതത്തിലാണ്. കാരണം ഇപ്പോൾ പകൽ സമയത്ത് പോലും തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആന എവിടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് തൊഴിലാളികൾക്ക് പണിക്ക് പോകുന്നത്. അപ്പോൾ ആന എവിടെ ഇല്ലാതെ ആർക്കും അറിയത്തില്ലെങ്കിൽ അന്നത്തെ പണിക്ക് പോകുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് പണിയില്ല. ആന എങ്ങനെ ഏറെല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം. മറ്റ് കൃഷി ചെയ്യാൻ ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല. ഏറെ മാത്രമേ ഇവിടെ കൃഷി ആ കാലാവസ്ഥ അനുകൂലമൊക്കെ ഉള്ളൂ. നേരത്തെ ഇഞ്ചി കൃഷിയൊക്കെ ആയിരുന്നു. ഇഞ്ചി കൃഷി ഇല്ലാതായി ഏല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആന കന്നാലി തിരുന്ന പോലെ വന്ന് തില്ലുക. നേരത്തെയൊക്കെ ആന വന്ന ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോകുന്നു. ഇപ്പോൾ പോവില്ല. വന്നോട്ട് തന്നെ നിൽക്കുക. അതുപോലെ 7 മണിക്കൊക്കെ പാൽ മേടിക്കാൻ പോയ സ്ത്രീയൊക്കെ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ്ടും പരിക്ക് പറ്റി വന്നിരിക്കണം. ഈ 2 ആഴ്ചയ്ക്കുള്ള ഇവിടെ എല്ലാ ഭാഗത്ത് 2 ആളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണം. ഫോറസ്റ്റുകാർ വരും, അവർ എവിടെ ഉള്ളതെന്ന് നോക്കി കുറേ ആൾക്കാർ അവരോട് പോകും. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, പാട്ട കൊട്ടാൻ പാടില്ല, കവണ വെച്ചേറ്റാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ പിടിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സ്വൈരമായ സ്ഥലത്ത് നിർത്തി വേലി ഇട്ടോ ട്രഞ്ചി വെട്ടിയോ അല്ലെങ്കിൽ മെൻസിൻ വേലി ഇട്ടോ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അതിന് തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ കൊല്ലാനൊന്നും പറയുന്നില്ല. അത് ആരും ജീവിക്കേണ്ടത്, ജീവിച്ചു പോയില്ലേ. മുൻപ് BL റാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുട്ടവാലിനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ്. മതികെട്ടാനിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ്. കാർഷിക മേഖല വിട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു. ஆனச்சல்லியும் பயங்கர சல்லியும். வீட்டில் ராத்திரிக்கு உறங்க முடியலை. காடெல்லாம் அடித்து நொறுக்குது. இதுக்கு எங்கிட்டாவது ஆணையை பத்திட்டு போய் விட்டாத்தே
இல்லாட்டி இங்கே ஒரு மனுஷர் இருக்க முடியாது. மொத்தம் ராத்திரி மொத்தம் இங்கேதான் ஆனை. வீட்டு பக்கத்தில் இது வீடு, இது தோட்டம். எப்பயும் ராத்திரி 6 மணிலேருந்து காலையில் 6 மணி வரை இங்கே தான் கிடக்குது. பயங்கர ശല്യം. இதுக்கு ஏதாவது ஒரு ஏற்பாடு பண்ணாൽ നല്ലത്. കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത്. കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും. ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് തിരുവമ്പാടി കണ്ടപ്പൻചാലിൽ പുലി ഇറങ്ങി. 3 പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. CCTV ദൃശ്യവും പുറത്തുവന്നു. കാട്ടാനയ്ക്കും കടുവയ്ക്കും പിന്നാലെ ഇടുക്കി പീരുമേട്ടിൽ കരടിയുടെ സാന്നിധ്യവും. പീരുമേട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ അനീഷാണ് കരടിയെ നേരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കടുവയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പീരുമേട് ടൗണിൽ നിന്നും ഓട്ടോറിക്ഷയിൽ പ്ലാക്കടത്തെ വീട്ടിലേക്ക് മടങ്ങും വഴി അനീഷ് കരടിയെ കണ്ടത്. തോട്ടാപ്പുര വാച്ച് ടവർ ഭാഗത്ത് വെച്ചാണ് കരടിയെ കണ്ടത്. ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടതോടെ കരടി കാട്ടിലേക്ക് കയറി. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം പെട്ടെന്ന് വാച്ച് ടവറിനോട് വെച്ചിട്ട് കരടിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടുകയാണ് ചെയ്തത്. അതിനകത്ത് റോഡ് തന്നെ എൻ്റെ മുന്നേ കരടി കൂടി പോയിക്കൊണ്ടിരിക്കുക. ഓടിയെല്ലാം പതിയെ പോവുകയാണ്. ഇനിയിപ്പം നമുക്ക് രാത്രി പോലും വണ്ടി രാത്രി പോലെ പോരാൻ മേലാത്ത അവസ്ഥയാണ് സാഹചര്യത്തിലുള്ളത്. അപ്പം കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന നടന്നു പോകുന്ന സമയമുണ്ട്. അപ്പം കടുവയെ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് ഒരാൾ കണ്ടു. നമ്മുടെ പിന്നോട്ട് താമസിക്കുന്ന ഒരു സാറ് കണ്ടു. ആന എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾക്ക് താമസിക്കാൻ ജീവിക്കാൻ ഭയമാണ് ഇപ്പോൾ പ്ലാക്കത്തടത്ത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 7 മണിയോടെ ഈ പ്രദേശത്ത് കടുവയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പീരുമേട് പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് പ്ലാക്കത്തടം. ഇവിടെയും ചെണ്ടുവയലിലുമായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വാഹന സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ കാൽനടയായാണ് യാത്ര ചെയ്യുന്നത്. കുറച്ചു നാളുകളായി ഈ മേഖലയിലും പീരുമേട് ടൗണിന് സമീപമുള്ള ജനവാസ മേഖലയിലും കാട്ടാനകൾ നിരന്തരം എത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കേരള പദയാത്ര ഇന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ. ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി നിർവഹിക്കും. വൈകിട്ട് 3 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ NDA കേന്ദ്ര സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. കിഴക്കേ തലയിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര കൂട്ടിലങ്ങാടിയിൽ സമാപിക്കും. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര വനം മന്ത്രിയുടെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവിയെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെന്നാണ് കേന്ദ്ര വനം മന്ത്രി പറഞ്ഞത്. എന്നാൽ ആ മൃഗത്തെ പിടികൂടാനോ മയക്കുപിടിവെക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വെടിവെച്ചു കൊല്ലാവൂ. വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും AK ശശീന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസിനെ അധിക്ഷേപിച്ച് എളമരം കരീം MP. RSSനെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് ആണും പെണ്ണും കെട്ട മൃദു ഹിന്ദുത്വ നിലപാടെന്ന് എളമരം കരീം. വന്യജീവി നിയമങ്ങൾ മാറ്റിയെഴുതാത്തത് തെമ്മാടിത്തരമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. കർഷകരുടെ മരണ വാറന്റാണ് 72ലെ നിയമം. വീണ്ടും സകലമാന കേരളത്തിലേക്ക്. ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ചൂട് കച്ചവടമാക്കുന്ന മറ്റു ചിലരുണ്ട്. ചൂട് കനത്തതോടെ തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണ്. വഴിയോരങ്ങളിൽ തണ്ണിമത്തൻ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കിലോയ്ക്ക് 25 രൂപ നിരക്കിലാണ് മിക്കയിടത്തും വിൽപ്പന. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് നാട്. വെയിലേറ്റ് ക്ഷീണിക്കുന്നവർക്ക് ആശ്വാസമേകാൻ നാടെങ്ങും തണ്ണിമത്തൻ വിൽപ്പന സജീവമായി. ജ്യൂസ് കടകൾക്കും പഴക്കടകൾക്കും മുന്നിൽ വലിയ തിരക്കുണ്ട്. വഴിയോര തണ്ണിമത്തൻ കച്ചവടവും പൊടിപൊടിക്കുന്നു. കിലോയ്ക്ക് 25 രൂപ മുതലാണ് ഇവയുടെ വിൽപ്പന. അകം മഞ്ഞയായ മൃദുല, കിരൺ എന്നിവയ്ക്കും
ആവശ്യക്കാരുണ്ടെങ്കിലും വെള്ളം ഏറെയുള്ള കടും പച്ച നിറത്തിലുള്ള തണ്ണിമത്തങ്ങയ്ക്കാണ് ഡിമാൻഡ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. പൊതുവെ ചൂട് കൂടിയത് കാരണം തണ്ണിമത്തങ്ങയ്ക്കാണ് നമുക്ക് കൂടുതൽ കച്ചവടം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഓറഞ്ച്, മുന്തിരി, ജ്യൂസ് മുന്തിരി ഇങ്ങനെയുള്ള ഐറ്റംസും പോകുന്നുണ്ട്. എന്നാലും കൂടുതൽ എൻക്വയറി വരുന്നത് തണ്ണിമത്തൻ തന്നെയാണ്. ചൂടിങ്ങനെ നിന്നാൽ വരും കാലങ്ങളിൽ തണ്ണിമത്തിന് കൂടുതൽ ഡിമാൻഡാകാൻ സാധ്യത. ഇപ്പോൾ കിലോ 25 രൂപയ്ക്ക് നമ്മൾ തണ്ണിമത്തൻ വിൽക്കണേ. പിന്നെ തണ്ണിമത്തൻ ഒരൈറ്റം തന്നെയല്ല, യെല്ലോ തണ്ണിമത്തനുണ്ട്, ഉള്ളിൽ യെല്ലോ ഉള്ള മൃദുല എന്ന തണ്ണിമത്തനുണ്ട്, പിന്നെ നമ്മുടെ കിരണുണ്ട്, പിന്നെ സാധാ വരയും തണ്ണിമത്തനുണ്ട്. കിലോ 25 രൂപയ്ക്കാണ് നമ്മൾ സാധാ തണ്ണിമത്തൻ വിൽക്കുന്നത്. സാധാ തണ്ണിമത്തനാണ് പൊതുവെ എൻക്വയറി കൂടുതൽ പോകുന്നതും. ദിനം പ്രതി ലോഡ് കണക്കിന് തണ്ണിമത്തനാണ് ഇടുക്കിയിലേക്ക് മാത്രം എത്തുന്നത്. വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ജില്ലയായതിനാൽ ഇടുക്കിയിൽ തണ്ണിമത്തന് ആവശ്യക്കാരുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കച്ചവടം കൂടുതലാണെന്ന് വ്യാപാരികൾ പറയുന്നു. തണ്ണിമത്തന് പുറമെ നാടൻ കരിക്കിനും കരിമ്പിൻ ജ്യൂസിനും ആവശ്യക്കാർ കൂടി. ചൂടേറുന്നതോടെ കച്ചവടക്കാർക്കും പ്രതീക്ഷ. ന്യൂസ് 18 തൊടുപുഴ. തണ്ണിമത്തൻ കടയിൽ നിന്ന് നമുക്ക് ബഷീർക്കായുടെ സർബത്ത് കടയിലേക്ക് പോകാം. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം 10 വർഷത്തിലേറെയായി ബഷീർക്ക് സർബത്ത് കച്ചവടം നടത്തുകയാണ്. നാരങ്ങയ്ക്ക് പൊള്ളുന്ന വിലയാണെങ്കിലും സർബത്തിന് 25 രൂപയാണ് ഇപ്പോഴും ഈടാക്കുന്നത്. വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന രുചിക്കൂട്ടുകളാണ് സർബത്തിന്റെ വിജയരഹസ്യം. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനേഷിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരടക്കം ദാഹമകറ്റുന്ന ഒരു കടയിലാണ് നമ്മളുള്ളത്. കൊട്ടാരക്കരയിലെ ബഷീറണ്ണന്റെ സർബത്ത് കടയാണ്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാ സാധനവും വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരിക, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അനി നാടൻ സാധനങ്ങൾ മാത്രം. അല്ല, ഇതിനകത്ത് കെമിക്കലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ഗ്ലൂക്കോസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് ഇഞ്ചി, കാന്താരി, നെല്ലിക്ക ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെയാണ്. 8 ഐറ്റം സാധനങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ, സോഡ, പഞ്ചസാര, ഉപ്പ്, 9 കൂട്ടം സാധനം ചേർത്തിട്ടാണ് ഒരു വെള്ളം കൊടുക്കുന്നത്. 8 വർഷം മുമ്പ് ഇവിടെ തുടങ്ങുന്ന 10 വർഷം മുമ്പ് ഇവിടെ തുടങ്ങുമ്പോൾ ഞാൻ 25 രൂപയായിരുന്നു വെള്ളത്തിന്. പക്ഷെ 10 വർഷത്തിന് ശേഷം ഇന്നും ആ 25 രൂപയ്ക്ക് തന്നെ ഞാൻ കൊടുക്കുന്നത്. ഇത്ര സാധനങ്ങൾ ഉണ്ടായിട്ടും അന്നും ഇതേ ക്വാളിറ്റി, ഇതേ ക്വാണ്ടിറ്റി ഇപ്പം അല്പം കൂടുതലാണ്. കാരണം ഈ ചൂട് വരുമ്പോഴേ സ്വല്പം ഐസൊക്കെ കൂടുതലിട്ട് ഇവിടെ സ്വല്പം കൂടെ ഒക്കെ വെള്ളം. കാരണം അന്നെന്ന് പറയുന്നത് ഇത് 1/2 ലിറ്റർ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് അന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് വെള്ളം. അതേസമയം ഇത് 700 ml. അപ്പൊ ഇതിൽ രണ്ടിന്റെ വ്യത്യാസം എന്താ പറഞ്ഞാല് ഇതില് നമ്മൾ നിറച്ചു ഒഴിക്കുമ്പോൾ കുറേയൊക്കെ അങ്ങ് പവർഫുള്ളായി പോകും ആ പതയോട് കൂടെ. ഇതാകുമ്പോൾ ഒരു സ്മെല്ലും നമുക്ക് വെളി വേസ്റ്റാക്കി പോകുന്നില്ല. ഒരു 600 മില്ലി കുറയാതുണ്ട് വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് കാണും. ഇതിനകത്താണെങ്കിൽ മാക്സിമം കൊണ്ട് 500 കൊള്ളു. എന്നാ പിന്നെ നമുക്കൊരു സർബത്ത് കുടിച്ചാലോ ചേട്ടാ? ഒരു സർബത്ത് ഉണ്ട്. അതെന്താ കുടിക്കുന്നത്? ഇത് ഇഞ്ചി കൂട്ടാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നെല്ലിക്കായ്, കാന്താരി അങ്ങനെയുള്ള കൂട്ടാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. ഗ്ലൂക്കോസ്, ഇത് ഗ്ലൂക്കോസ്. ഇതിന് പഞ്ചസാര ഇല്ല. ഇത് വേനൽക്കാലമായതോടെ കുത്തു സർബത്തിന് വലിയ പ്രിയമാണ്. ബഷീർക്ക വലിയ തിരക്കിലുമാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. എന്തായാലും വിനീഷിന്റെ മുഖത്തുണ്ടായിരുന്ന ആശ്വാസം ചൂടിൽ ആ സർബത്ത് കിട്ടിയപ്പോൾ. ഇനി നമുക്ക് സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5715 രൂപ, പവന് 45,720 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 4715 രൂപ, പവന് 37,720 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.
മനുഷ്യനേക്കാൾ ഭേദം കടുവയോടും ആനയോടും സംസാരിക്കുന്നതാണ്. മുഖ്യമന്ത്രി പറയാറുണ്ട്, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു എന്ന്. കർഷകർ നടക്കുന്നത് ആനയ്ക്കും കടുവയ്ക്കും കരടിക്കും ഇടയിലൂടെയാണ്. കേസെന്ന് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൂടുതൽ നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി ഉത്തരവിറങ്ങി. പ്രതിദിനം ഒരു MVIയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30ആയി നീചപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷമാക്കി നിജപ്പെടുത്തിയതായും ഉത്തരവിൽ പരാമർശം. ഇന്ത്യ മുന്നണിയിലെ കൊഴിഞ്ഞുപോക്കിൽ ആശങ്കയറിയിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. മുന്നണിയിലെ ഘടകകക്ഷികൾ ഓരോ ദിവസവും കൊഴിഞ്ഞുപോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ വിവരം പുറത്തുവന്ന ശേഷം തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നു മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. നിർമ്മാതാക്കളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം. ഉയരുന്ന പ്രോജക്ട് വില, നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെടുന്ന സംവിധാനങ്ങൾ വാങ്ങുന്നതിലെ ബുദ്ധിമുട്ട്, നിശ്ചിത ദിവസത്തിനു മുമ്പ് OTT പ്ലാറ്റ്ഫോമുകളുടെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്നീ പ്രശ്നങ്ങളാണ് ഫിയോക്ക് പ്രധാനമായി ഉന്നയിക്കുന്നത്. ഗുവാഹത്തി പോലീസിന് മുന്നിൽ രാഹുൽ ഗാന്ധി ഇന്ന് ഹാജരാകില്ല. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിലാണ് ഗുവാഹത്തി പോലീസ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. ഇതിൽ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സമൻസ് നൽകിയത്. ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിരവധി ഇടവേളകൾ വന്നതിനാലാണ് യാത്ര നിർത്തിവെച്ച് രാഹുൽ ഹാജരാകാൻ. കേരളത്തിലെ വ്യവസായ രംഗം നേരിടുന്ന വെല്ലുവിളികളും പരിഹാരങ്ങളും ചർച്ച ചെയ്ത ഐക്കോൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ്. പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷനും ന്യൂസ് 18 കേരളവും സംയുക്തമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ള സംരംഭകരും മാനേജ്മെന്റ് വിദഗ്ധരുമാണ് കോൺക്ലേവിൽ പങ്കെടുത്തത്. പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയനെതിരെ പ്രത്യക്ഷ ആരോപണവുമായി കെ സുധാകരൻ. പിണറായി വിജയൻ അറിയാതെ ഒരു കൊലപാതകവും ഉത്തര മലബാറിൽ നടക്കില്ല. ചന്ദ്രശേഖരനെ ഇല്ലാതാക്കുന്നതിൽ പിണറായിക്ക് പ്രത്യേക താൽപര്യമുണ്ടായിരുന്നു. ഗൂഢാലോചനയിൽ അകത്തു പോകേണ്ട ആൾ പിണറായിയാണെന്നും കെ സുധാകരൻ. 23 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ ഉൾപ്പെടെ 10 ജില്ലകളിലെ 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 10 മണിക്ക് ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവും കൌൺസിലും ഇന്ന് ചേരും. മുതിർന്ന നേതാവും തിരുവനന്തപുരം മുൻ MPയുമായ പന്ന്യൻ രവീന്ദ്രനെയാകും ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുക. മത്സരിക്കണമെന്ന ആവശ്യത്തോട് ആദ്യം മുഖം തിരിച്ചെങ്കിലും പന്ന്യൻ മത്സര സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ള പേരുകൾ നേരത്തെ ചർച്ചകളിലുണ്ടായിരുന്നു. എന്നാൽ പന്ന്യൻ എന്ന ഒറ്റ പേരാകും ജില്ലയിൽ നിന്ന് നിർദ്ദേശിക്കുക. NDA ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന